ഹലോ മൈ ഡിയർ സോൾമേറ്റ്സ്. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് 2 കാർഡാണ്. ഇതിൽ ഏത് കാർഡാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത്? അതിനുശേഷം നമുക്ക് ഫസ്റ്റ് കാർഡിൻ്റെ റീഡിങ്ങിലോട്ട് പോവാം. ഈ ഒരു കാർഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തോ മറച്ചു വെക്കുന്ന ഒരാളായിട്ട്, എല്ലാം ഒളിപ്പിച്ച് വെക്കുന്ന ഒരാളായിട്ടാണ് നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നത്. ഫോണൊക്കെ പാത്ത് വെക്കാനും ലാപ്ടോപ്പ് അതുപോലെ തന്നെ അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ഒന്നും നിങ്ങളിലേക്ക് വിസിബിളായിട്ട് തരത്തൊന്നുമില്ല. അവരുടെ FB കയറി നോക്കണ്ട, അല്ലെങ്കിൽ ഇൻസ്റ്റ നോക്കണ്ട, മെസ്സഞ്ചർ അതുപോലെ വാട്സപ്പ് ഒന്നും നോക്കണ്ട എന്ന് അവരെപ്പോഴും പറയും. എന്തോ ഒരു കാര്യം ഹൈഡ് ചെയ്ത് വെക്കുന്ന ആൾക്കാരാണ് അവർ കൂടുതൽ സമയവും ഫോണിലും ലാപ്പിലും ഒക്കെ ആയിരിക്കും. അവർ സോഷ്യൽ മീഡിയ അഡിക്റ്റും ആയിരിക്കും അവർ. പിന്നെ എന്തെങ്കിലും നിങ്ങളൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ തന്നെ അതിനെപ്പറ്റി അവർ കൂടുതൽ സംസാരിക്കാതെ ഒഴിഞ്ഞു മാറും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിലോട്ട് നിങ്ങളെ ഡൈവേർട്ട് ചെയ്ത് വിടാനൊക്കെ നോക്കുന്ന ആൾക്കാരാണ്. ഇവരുടെ ഉള്ളിൽ കൂടുതലും പേടിയാണ്, ഇത് എൻ്റെ കള്ളത്തരം ഇവൾ കണ്ടുപിടിക്കുമോ എന്നോ. ഓക്കെ, അല്ലെങ്കിൽ ഇവർക്ക് ഇഷ്ടമല്ല സത്യം പറഞ്ഞാൽ നിങ്ങളെവിടെ പോയി, അല്ലെങ്കിൽ എന്തിനു പോയി, എന്തിനാ ഇത് ഇവർ അറിയേണ്ടത്, നീ എന്തിനാ ഇങ്ങനെ ചോദിക്കുന്നത്, എന്നെ ഡൗട്ടാണോ, അങ്ങനെയൊക്കെ ഇവർ ചോദിക്കാൻ സാധ്യതയുണ്ട്. അവർ കൂടുതലും അവർക്ക് മനസ്സിൽ കൂടുതലും ഭയമുണ്ട്, അതുപോലെ തന്നെ ഗിൽറ്റി ഫീലിങ്ങും ഉള്ള ആൾക്കാരാണ് ഈ ഒരു ആൾക്കാർ. ഇവിടുത്തെ കാർഡ് നമ്പർ 2 നമുക്കിനി പോവാം. ഇവിടെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് ഇവർ പൈസ അല്ലെങ്കിൽ ജോലി, ടെൻഷൻ, ഫാമിലി, ബിസിനസ്സിൻ്റെയൊക്കെ ഒരു പ്രോബ്ലം കാരണം ഇവർ കൂടുതലും അതിലാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അതിൻ്റെയൊക്കെ ഒരു ടെൻഷൻ കാരണം അവർക്ക് നിങ്ങളെ അവരിലോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല അവർക്ക്. ഓക്കെ, അവർക്ക് എന്തൊക്കെയോ തടസ്സങ്ങളുണ്ട് അതിലെല്ലാം. പിന്നീട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരെപ്പോഴും നിങ്ങളെ കുത്തിയാണ് സംസാരിക്കുന്നത്. ഓക്കെ, ഒന്നും തെളിച്ച് കാര്യങ്ങളൊന്നും പറയുന്ന കൂട്ടത്തിലൊന്നും അല്ല അവർ കൂടുതലും. പിന്നെ നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്കൊരു ക്ലാരിറ്റി വേണമെന്ന് പറഞ്ഞിട്ട് അവരോട് സംസാരിക്കുന്ന സമയത്ത് അവർ കൈയൊഴിയുകയാണ് ചെയ്യുന്നത്. കാരണം എനിക്കറിയില്ല, അവരെപ്പോഴും പറയുന്ന ഒരു സ്ഥിരമായിട്ടുള്ളൊരു വേർഡായിരിക്കും, എനിക്കറിയില്ല, ആണോ, എനിക്കറിയില്ല, അങ്ങനെ അവരെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. അവർ കൂടുതലും സത്യത്തെ മറച്ചു വെക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളിലോട്ടായിരിക്കും കുറ്റാരോപിക്കുന്നത്. അവരൊരു വിക്ടിമായിട്ട് മാത്രം ഇങ്ങനെ നിന്നുകൊണ്ട് നിങ്ങളെ ചതിക്കുന്നത് കാണാൻ സാധിക്കും. ഇവരുടെ ചതിപ്രയോഗം എന്ന് പറയുന്നത് കൂടെ നിൽക്കും, നിങ്ങളെ ഭയങ്കര സപ്പോർട്ടീവായിട്ടൊക്കെ നിന്നതിന് ശേഷമായിരിക്കും പിന്നിൽ നിന്നായിരിക്കും ഇവർ കുത്തുന്നത്. ഇവർക്കും അങ്ങനെ ഒരു ചതി എന്ന് വെച്ചാൽ നിങ്ങളാണ് തെറ്റ് ചെയ്തത്, അതിൻ്റെ ശിക്ഷ മൊത്തം ഞാനാണ് അനുഭവിക്കുന്നത് എന്നൊരു രീതിയിലോട്ട് കാര്യങ്ങളെ വളച്ചൊടിക്കും. എല്ലാ തരത്തിലും കാര്യങ്ങൾ വളച്ചൊടിച്ച് കാര്യം അവതരിപ്പിക്കുന്ന ഒരാളായിട്ടാണ് നമുക്ക് ഈ കാർഡ് നമ്പർ 2 കാണാൻ സാധിക്കുന്നത്.